ഹലോ ഡിയേഴ്സ്, അപ്പോൾ നമ്മളൊരു കല്യാണത്തിന് പോവുകയാണ്. അപ്പോൾ കല്യാണ റിസപ്ഷൻ ഓൾറെഡി ലേറ്റായി ഞങ്ങൾ. അതിക്കുട്ടാ ഹലോ. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കണമെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ് എന്നിരുന്നാൽ പോലും ഒഫീഷ്യലി ഒരു ഇൻട്രൊഡക്ഷൻ പറയണമല്ലോ. അപ്പോൾ ഞാനും അജുവേട്ടനും ആദ്യകൂട്ടനും കൂടെ ഒരു ഫംഗ്ഷൻ, ഒരു ഗുജറാത്തി കല്യാണത്തിന് പോവാണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഓപ്പോസിറ്റുള്ള വീട്ടിലത്തെ ആൻറ്റിയുടെ മോളുടെ കല്യാണമായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും കാർ അജുവേട്ടൻ്റെ ഓഫീസിൽ കൊണ്ടിട്ടിരിക്കുന്ന കാരണം കൊണ്ടും ഇവരുടെ കല്യാണത്തിൻ്റെ ചടങ്ങുകളും തിരക്കും പ്രമാണിച്ചിട്ട് പന്തലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് നമുക്ക് വണ്ടി വെക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാരണം നമ്മൾ ഓഫീസിൻ്റെ അവിടെ ആയിട്ടോ ആൾ വണ്ടി കൊണ്ടിട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഡിവേറ്റ് തന്നെ ശരണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡിവേറ്റിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ട്രാഫിക് കാരണം പോകാൻ എളുപ്പം അതായിരുന്നു കേട്ടോ. ഇതാണ് കല്യാണ പെണ്ണും ചെക്കനും കേട്ടോ. അതായത് ഗുജറാത്തി ബ്രാഹ്മിൺസ് ആണ്. അപ്പോൾ പെൺകുട്ടിയുടെ പേര് വൈദേഹി എന്നും ചെറുക്കൻ്റെ പേര് വൈശാൽ എന്നുമാണ് കേട്ടോ. നല്ല മാച്ചുള്ള പേരുകളല്ലേ. അപ്പോൾ എന്തായാലും ഞങ്ങൾ മൂന്നുപേരും കൂടെ പുറപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്തായാലും സ്റ്റേജിൻ്റെ കാര്യങ്ങളും ഡെക്കറേഷനും ഹോളൊന്നും പറയാതിരിക്കാൻ വയ്യ കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല അടിപൊളി ഡെക്കറേഷനായിരുന്നു കേട്ടോ. എന്നിട്ടും എനിക്ക് കറക്റ്റ് നമുക്ക് ആളുകൾക്ക് ഒരുപാട് പേര് വരികയും പോവുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്കത് എങ്ങനെ ഫീൽ ചെയ്യും നമുക്ക് അറിയാത്തതുകൊണ്ട് മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും വീഡിയോസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗി പൂർണ്ണമായിട്ടും ഒപ്പിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ. നമ്മുടെ പോലെ തന്നെ ഓരോരുത്തരും അവിടെ നിന്നിട്ട് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എൻട്രൻസ് തൊട്ടിട്ട് എക്സിറ്റ് വരെ എല്ലാ സ്ഥലങ്ങളിലും ഫുള്ളും നല്ല അടിപൊളി ഡെക്കറേഷനും കാര്യങ്ങളുമാണ് കേട്ടോ. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കണം ഭയങ്കരമായിട്ട് ചക്കപ്പോത്തിൻ്റെ പോലെ ഉണ്ടെന്ന്. അത് ഒന്നാമത് ഡ്രസ്സിൻ്റെയാണ്. കാരണം അതിലൊരു ബെൽറ്റ് വരുന്നുണ്ട് ഫ്രണ്ടിൽ. അനിയൻ്റെ റിസപ്ഷൻ എടുത്ത ഡ്രസ്സാണ്. അപ്പോൾ ആ ബെൽറ്റ് ഇടുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ഭയങ്കരമായിട്ടൊരു ഹെവി ലുക്ക് ഫീൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ ബെൽറ്റ് ഇടാത്തതും. അതുപോലെ കഴുത്തിൽ ഞാൻ സിമ്പിളായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നതും മാലയൊന്നും ഇല്ലാണ്ട് ചെറിയൊരു നൈസ് മാല മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഭയങ്കരമായിട്ടൊരു ഹെവി ലുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ കുടുംബത്തിലെ കല്യാണം അല്ലല്ലോ. പക്ഷെ എന്നിരുന്നാൽ പോലും ഇവിടുത്തെ ആളുകൾ ഒരുങ്ങി വരുന്നത് ആലോചിക്കുമ്പോൾ നമ്മൾ മോശമായിട്ട് പോകരുതല്ലോ എന്ന് കരുതിയിട്ട് ആ ഒരു ടോപ്പ് ഇട്ടു എന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ എത്തി കുറച്ച് കഴിയുമ്പോഴേക്കും ചെക്കൻ ഉണ്ടായിരുന്നു സ്റ്റേജിൽ. അപ്പോൾ അവരുടെ പൂജയും കാര്യങ്ങളും ബ്രാഹ്മിൺസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയം എടുക്കുമല്ലോ അവരുടെ ചടങ്ങുകൾക്കും കാര്യങ്ങൾക്കും. അപ്പോൾ ചെറുക്കൻ സ്റ്റേജിലുണ്ടായിരുന്നു. അവരുടെ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പെൺകുട്ടിയെ ആനയിച്ചു കൊണ്ടുപോകണം കേട്ടോ. ഇപ്പോൾ ഇതുപോലത്തെ ചടങ്ങുകളൊക്കെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ നാട്ടിലും ഇപ്പോൾ എല്ലായിടത്തും ഒരു ഫാഷനായി വന്നിരിക്കുന്നൊരു സമയമാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇതെന്ന് വെച്ചാൽ അവരുടെ ഒരു എന്താ പറയുക, ഒരു കസ്റ്റം എന്നൊക്കെ പറയാൻ വരും അവരുടെ. അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ശരി നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ തിരക്ക് ഒരുപാടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അടുത്ത് പോയി എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല വീഡിയോ. പക്ഷെ എന്നിരുന്നാൽ പോലും ഏകദേശം കാണാൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പെൺകുട്ടിയെ ഇങ്ങനെ ആനയിച്ചു കൊണ്ടുവരുന്ന സമയത്ത് പെൺകുട്ടി ഡാൻസ് ചെയ്തിട്ടും അങ്ങനെയൊക്കെയാണ്. കൂടെ പെൺകുട്ടിയുടെ അനിയത്തിയും കൂടെ ഉണ്ട് കേട്ടോ. വെള്ള കളർ ഡ്രസ്സ് ഇട്ടതാണ്, അതായത് ക്രീം കളർ ഡ്രസ്സ് ഇട്ടതാണ് പെൺകുട്ടി. അതിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്നത് ആ ഒരു പർപ്പിൾ കളർ ഡ്രസ്സ് ഇട്ട പെൺകുട്ടിയുടെ അനിയത്തിയാണ്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി കല്യാണമായിരുന്നു എന്ന് തന്നെ പറയാം കേട്ടോ. സത്യമായിട്ട് നല്ലൊരു രസമുണ്ടായിരുന്നു നമുക്ക് എൻജോയ് ചെയ്യാനും ഓക്കെ. പിന്നെ ഒരുപാട് ഞാൻ ഫ്രണ്ടിലേക്ക് പോവാതിരുന്നതും ഒരുപാട് വീഡിയോസ് കവർ ചെയ്യാതിരുന്നതും വേറൊന്നും കൊണ്ടല്ല. ഒരുപാട് മലയാളീസൊക്കെ താമസിക്കുന്ന പരിചയമുള്ള ആൾക്കാരായതുകൊണ്ട് ഒരുപാട് മലയാളീസ് വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ എന്തായാലും നമ്മൾ പിന്നെ എവിടെ പോലും ഫുഡ് അടിക്കുക എന്നുള്ളതാണല്ലോ. ഫുഡ് മുഖ്യം ബിഗിലെന്ന് പറയണ പോലെ നമുക്ക് ഫുഡാണല്ലോ. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ കുടിച്ചതൊരു കോൾഡ് കോഫിയാണ് കേട്ടോ. നല്ല അടിപൊളി കോൾഡ് കോഫി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി കോൾഡ് കോഫി ആയിരുന്നു. പിന്നെ ഫുഡ് വെക്കുന്ന ഓരോ സ്ഥലങ്ങളിലും അവർ ഫുഡ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഓരോ സ്ഥലങ്ങളിലും ഫുഡിൻ്റെ ടേസ്റ്റിനെക്കാളിലും കൂടുതൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിന് പിടിച്ചിളക്കിയതെന്ന് പറയണത് അവർ ആ ഫുഡ് വെക്കുന്നതിൻ്റെ അടുത്തുള്ളത് കണ്ടോ, ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഈ സംഭവങ്ങൾ, ഇതൊക്കെ ഒരു ഷോക്ക് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കര അത്ഭുതമായി തോന്നിയ സംഭവങ്ങൾ കേട്ടോ. അതിനിടയ്ക്ക് നമ്മൾ സൂപ്പ് കാര്യങ്ങൾ അതൊക്കെ ഉണ്ടായിരുന്നു. അവർ സൂപ്പൊക്കെ കുടിച്ചു. ഞാൻ സൂപ്പൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം ഒരു തരത്തിലുള്ള ഒരു കട്ട്ലറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പോൾ കണ്ടാണ് ഫുഡ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഫുഡ് പോലും എനിക്ക് മുഴുവൻ കഴിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. ലാസ്റ്റ് നമ്മളൊരു ബീഡ കഴിച്ചു, ഒരു കോൾഡ് കോഫി കുടിച്ച് ഒരു ബീഡയും കൂടെ കഴിച്ച് നമ്മൾ അവസാനിപ്പിച്ചു കേട്ടോ നമ്മുടെ ഫംഗ്ഷൻ. പിന്നെ അവരെയൊക്കെ പോയി കണ്ട് പൈസയൊക്കെ കൊടുത്ത് യാത്ര പറഞ്ഞു. ഇതൊക്കെ അവിടെ നിന്ന് കിട്ടിയ സംഭവങ്ങളാട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ.